കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചർച്ചകളൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നു, എല്ലാം ഞങ്ങളെ പോലത്തൊക്കെ തന്നെ കണ്ടിരിക്കുന്നു. എന്താണ് ഒരു പ്രതീക്ഷ? ഒരു മികച്ച ടീം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതിലേക്കുള്ളൊരു പ്രോസസ്സ് എവിടെ വരെ എത്തി? തീർച്ചയായിട്ടും ഇപ്പോൾ ഇന്ന് ഏറ്റവും അടുത്ത മണിക്കൂറിൽ തന്നെ മുഖ്യമന്ത്രി ഗവർണറെ കാണുന്നു, മന്ത്രിമാരുടെ ലിസ്റ്റ് കൈമാറുന്നു, മുഖ്യമന്ത്രി മന്ത്രിമാരെ പ്രഖ്യാപിക്കുന്നു. അതോടുകൂടി ടീം UDF സജ്ജമായി. ഇനി ജനങ്ങളോട് പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ പാലിച്ച് ഇന്ദിരാ ഗ്യാരണ്ടിയൊക്കെ ആദ്യത്തെ മന്ത്രിസഭയിൽ തന്നെ പ്രഖ്യാപിച്ച് അങ്ങനെയുള്ള വളരെ സജീവമായ പ്രവർത്തനങ്ങളുമായിട്ട് തീർച്ചയായിട്ടും മുന്നോട്ട്. അതിനിടയ്ക്ക് ഒരു കാര്യം ചോദിക്കട്ടെ, മുസ്ലിം ലീഗിന് കിട്ടുന്ന മന്ത്രിമാരുടെ എണ്ണം ഏതാണ്, അവർക്ക് കിട്ടുന്ന പോർട്ട്ഫോളിയോ ഏതാണ്? അതിനകത്ത് ഒരുപാട് പേര് പുറത്തുനിന്ന് അഭിപ്രായം പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് ആ കാര്യത്തിൽ ചെറിയ ടെൻഷൻ ഉണ്ടോ? അങ്ങനെ ആളുകൾക്ക് അഭിപ്രായം പറയാമല്ലോ, അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാടാണല്ലോ കേരളം. അങ്ങനെ ആളുകൾ അഭിപ്രായം പറയട്ടെ. പക്ഷേ അഭിപ്രായം പറയുന്നത് വിദ്വേഷമായിട്ടോ അതല്ലെങ്കിൽ മറ്റുള്ള വർഗീയതയായിട്ടോ മാറുക അല്ലെങ്കിൽ മാറാതിരിക്കുക എന്നുള്ളത് അവരാണ് തീരുമാനിക്കുന്നത്. അത് ആ പറയുന്ന ആളുകളുടെയും പറയുന്ന സംഘടനയുടെയും കേരളത്തിലെ ജനങ്ങൾക്കിടയിലുള്ള അഭിപ്രായം കുറയ്ക്കുമെന്നുള്ളതല്ലാതെ ഇതിൽ വേറൊന്നും സംഭവിക്കാനില്ല. ഇവിടെ വളരെ വ്യക്തമായി UDFന്റെ ഈ മന്ത്രിസഭയുടെ നയം VD സതീശൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. വിദ്വേഷത്തിന് കേരളത്തെ വിട്ടുകൊടുക്കില്ല. മതേതരത്വം എന്ന് പറയുന്ന ഈ നാടിൻ്റെ മൂല്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. അതേ ഇത്തരം ആളുകളൊക്കെ ഞങ്ങൾക്കും പറയാനുള്ളൂ. അവരുടെ വാക്കുകൾ അതിൽ ലംഘിച്ചാൽ നടപടിയെടുക്കാൻ ആർജവും ഞെട്ടലുള്ള സർക്കാരാണ് കേരളത്തിലുണ്ടാകുന്നത്. ഓക്കെ, ഇത് ഞങ്ങൾ ഓർത്തു വെച്ചേക്കും. ഒന്നാമത്തെ കാര്യം. തീർച്ചയായിട്ടും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ ലീഗിന് തന്നെ ആകപ്പാടെ ഒരു വിമിഷ്ടമുണ്ട്. ഞങ്ങളെക്കുറിച്ച് മാത്രം ഡിസ്കസ് ചെയ്യുന്നു, ഞങ്ങൾ കൂടുതൽ മേടിച്ച പ്രശ്നമാവുന്നു, അവിടെ നമുക്കൊന്ന് ഒതുങ്ങിയേക്കാവുന്ന ഒരു മൂടുണ്ടോ? ഒരു സംശയം, ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഒതുങ്ങുന്നില്ല. മാങ്ങയുള്ള മാവിൽ ഏറ് വരും എന്നുള്ളത് പോലെ ഞങ്ങൾ എറിയട്ടെ, ആളുകൾ പറയട്ടെ. എറിയുന്നത് മാത്രമല്ലല്ലോ, ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിലെ മുസ്ലിം ലീഗിൻ്റെ പെർഫോമൻസ് പരിശോധിച്ചാൽ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ MLA മാർ വിജയിച്ച സമയമാണ്. വിജയിച്ച MLA മാരിൽ ആദ്യത്തെ 5 ഭൂരിപക്ഷം പരിശോധിച്ചാൽ മുസ്ലിം ലീഗിൻ്റെ MLA മാരാണ്. അതേപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിലെ ആളുകളുടെ വിജയത്തിന് പിറകിൽ മുസ്ലിം ലീഗിൻ്റെ ശക്തമായിട്ടുള്ള നിലപാടും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളുമുണ്ട്. മുസ്ലിം ലീഗിൻ്റെ കാഴ്ചപ്പാട് വളരെ വ്യക്തമാണെന്നുള്ളത് ആളുകൾ ഈ എറിയുന്ന ആളുകളെക്കാൾ കൂടുതൽ പ്രശംസിക്കുന്ന ആളുകളും പറയുന്നുണ്ട്. അപ്പോൾ മുസ്ലിം ലീഗ് ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ചർച്ചയാവുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എല്ലാ കോൺഗ്രസിൻ്റെ വിജയിച്ച MP മാരും പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരുടെ എണ്ണയിട്ട് യന്ത്രം കണക്കിയുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചാണ്. അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള സ്ഥലങ്ങളിൽ ഇത് കാണുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പിന് സമയത്ത് മുസ്ലിം ലീഗ് പാർട്ടിക്ക് വേണ്ടി മുന്നണിക്ക് വേണ്ടി പ്രവർത്തനം ചെയ്യുന്നത് ആ അർത്ഥത്തിലുള്ള പ്രവർത്തനമാണ്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന് ശേഷമുള്ള എല്ലാം കോംപ്ലിമെന്റുകളായി ഞങ്ങൾ ആസ്വദിക്കുകയാണ്. ഈ മന്ത്രിസഭാ രൂപീകരണ സമയത്ത് നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് ഒരു 5 മന്ത്രിമാരെ തീരുമാനിക്കും, കാരണം സ്ഥാനാർത്ഥി നിർണ്ണയത്തിലൊന്നും വലിയ പ്രശ്നങ്ങളില്ലാതെ പോകുന്നതാണ്. പക്ഷേ ഇപ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണ്ണയം പോലെ തന്നെ അതും ഇങ്ങനെ നീണ്ടുപോയ ഒരു പ്രോസസ്സിനെ എങ്ങനെയാണ് കാണുന്നത്? മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി ഉണ്ടാക്കി എപ്പോഴോ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മന്ത്രിസഭയിൽ ആരൊക്കെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ 5-ാമൻ ആര് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതൊക്കെ എപ്പോഴോ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഇന്ന് മുസ്ലിം ലീഗിന്റെ പാർലമെന്ററി പാർട്ടിയിൽ ഇരിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരുമ്പോഴാണ് ഈ നടക്കുന്ന സംഭവം വാർത്തയും തമ്മിൽ എത്രത്തോളം ബന്ധമുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ സോഴ്സുകൾ വളരെ പുവറാണ്. മൊത്തത്തിൽ കേരളത്തിലെ മീഡിയ അല്ല, ഞങ്ങൾ അങ്ങനെ വിവരം തരില്ല. നിങ്ങൾ നിങ്ങളുടെ സോഴ്സ് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. കേരളത്തിലെ മാധ്യമ പ്രവർത്തകരുടെ റിപ്പോർട്ടിംഗ് രീതി, അവർക്ക് ലഭിക്കുന്ന സോഴ്സുകളും എൻ്റെ അഭിപ്രായത്തിൽ 75% തെറ്റാണ്. കാരണം ഞാനിരിക്കുന്ന ഒരു മീറ്റിങ്ങിനെ കുറിച്ച് പുറത്തു വന്ന വാർത്ത ഞാൻ വന്ന് കാണുമ്പോൾ ഉള്ള എൻ്റെ ഒരു അനുഭവത്തിലാണ് ഞാൻ പറയുന്നത്. മുസ്ലിം ലീഗിന്റെ മന്ത്രിമാരൊക്കെ എപ്പോഴോ അത് എന്താ പറയുക ഓൾമോസ്റ്റ് ആയി കഴിഞ്ഞിട്ട് ഇനി UDFലെ ബാക്കിയുള്ള ആളുകളെയും എല്ലാം കൂടി കാത്തിരിക്കുക മാത്രമാണ് ഇന്നൊക്കെ ലീഗ് ചെയ്തിട്ടുള്ള പണി എന്നത്. ഒറ്റ കാര്യം ചോദിക്കട്ടെ, കൊണ്ടോട്ടിയിൽ നിന്ന് ജയിച്ചല്ലോ. കൊണ്ടോട്ടി നിങ്ങളുടെ ഒരു സ്ഥലമാണ്, അവിടെ ജയിക്കുക. അഷ്റഫ് അലിയുടെ ഒരു അടയാള മുദ്ര എന്തായിരിക്കും? കൊണ്ടോട്ടിയെ കുറിച്ചുള്ള അഷ്റഫ് അലിയുടെ പ്ലാൻ എന്താണ്? അഷ്റഫ് അലി അവിടെ 5 വർഷം പൂർത്തിയാകുമ്പോൾ എന്തൊക്കെ മാർക്ക് ചെയ്യപ്പെടുന്നു? തീർച്ചയായിട്ടും ഞാൻ ഈ ഇലക്ഷൻ സമയത്ത് കൊണ്ടോട്ടിയുടെ ജനങ്ങളോട് പറഞ്ഞത് കൊണ്ടോട്ടി നെക്സ്റ്റ് എന്ന അർത്ഥത്തിൽ ഇപ്പോഴുള്ള കൊണ്ടോട്ടിയുടെ വികസന പ്രവർത്തനങ്ങൾ, അവിടുത്തെ മറ്റുള്ള ഇൻഫ്രാസ്ട്രക്ചർ ലെവലുകളൊക്കെ അവിടുത്തെ ആളുകൾക്ക് സഫീഷ്യൻ്റായ രീതിയിലേക്കായിട്ടുണ്ട്. ഇനി അവിടുന്ന് അങ്ങോട്ട് കൊണ്ടോട്ടിയെ ലോകത്തിന്റെ ഭൂപടത്തിൽ അടയാളപ്പെടുത്തുന്ന രൂപത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് എയർപോർട്ട് ഉൾപ്പെടെയുള്ള ഒരു സ്ഥലമാണ്. അങ്ങനെ തുടങ്ങി അതിന് ആ അർത്ഥത്തിൽ പുതിയ കാലത്തെ ചെറുപ്പക്കാർക്കും യുവാക്കൾക്കും എല്ലാവർക്കും അവിടെ ഏറ്റവും നല്ല ഒരു ജീവിക്കാൻ പറ്റുന്ന ഒരു ഇക്കോസിസ്റ്റം ഉണ്ടാകുന്ന വിധത്തിലേക്ക് കൊണ്ടോട്ടിയെ അടയാളപ്പെടുത്തുക, മാറ്റിയെടുക്കുക എന്നുള്ളതാണ് കൊണ്ടോട്ടി നെക്സ്റ്റ് എന്നുള്ളതിൻ്റെ ആകത്തുക. അതിൻ്റെ പ്രവർത്തനങ്ങളും വർക്കുകളും ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ആ ഒരു പ്രയാണത്തിലേക്കാണ്.